ഇതുപോലെയാണോ നിങ്ങളുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് എങ്കിൽ സൂക്ഷിക്കുക. നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒട്ടുമിക്ക കസ്റ്റമേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് ആണ്, എത്ര വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലും സാധനങ്ങൾ വെക്കുമ്പോൾ നിറഞ്ഞു പോവാന്ന്. അത് സത്യത്തിൽ നമ്മുടെ ഫ്രിഡ്ജിന് സ്ഥലമില്ലാത്തതാണോ, നമ്മുടെ അറിവില്ലായ്മയാണോ? നമുക്ക് സത്യത്തിൽ എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്തത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ അറിവുകളുമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ വെക്കേണ്ടാത്ത സാധനങ്ങളുണ്ട്. ചിലതൊക്കെ കാപ്പിപ്പൊടി ഫ്രിഡ്ജിൽ വെക്കും. ശരിക്കും കാപ്പിപ്പൊടി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? കാപ്പിപ്പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൻ എല്ലാ സ്മെല്ലും വലിച്ചെടുത്ത് നമ്മൾ കാപ്പിപ്പൊടി പിന്നെ കാപ്പിയിലിടുമ്പോൾ യാതൊരുവിധ ടേസ്റ്റുകളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കാപ്പിപ്പൊടി ഇനി ആരും ഫ്രിഡ്ജിൽ വെക്കരുത്. പിന്നെ വരുന്നതാണ് തക്കാളി, പൊട്ടറ്റോ, അതുപോലെ ഏത്തപ്പഴം. ഇതൊക്കെ കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. കേടാവരുതെന്നാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രിഡ്ജിന്റെ തണുപ്പ് ഈ ഫ്രൂട്ട്സിൽ, ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ ഈർപ്പം വലിച്ചെടുത്ത് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞു മക്കളുള്ള അമ്മമാരില്ലേ, അവരുടെയൊക്കെ വീടുകളിൽ തേൻ ഉണ്ടായിരിക്കും. ഇവർ ഉറുമ്പ് വരാതിരിക്കാനാണ് തേൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. പക്ഷെ സത്യത്തിൽ തേൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? തേൻ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. കാരണം തേൻ കണ്ടിന്യൂസ് ആയിട്ട് തണുപ്പടിച്ചു കഴിഞ്ഞാൽ തേൻ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാവും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താ കൊടുക്കുന്നേ? തേനിന്റെ ഒപ്പം കുറച്ച് വിഷാംശം കൂടി കൊടുക്കുകയാണ് അല്ലെ. ഒരിക്കലും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ മല്ലിയില, പുതിന, പിന്നെ റോസ്മേരി ലീവ്സ് ഒക്കെ ആൾക്കാർ വാങ്ങിച്ചിട്ട് ഓടിക്കൊണ്ട് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കണോ? ഇനി മേലിൽ വെക്കരുത് കേട്ടോ. കാരണം അതൊരു ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ സ്വാഭാവികമായ ടേസ്റ്റും കളറ് ഒക്കെ പെട്ടെന്ന് പോകും. കാരണം ഈർപ്പം വലിച്ചെടുക്കുകയാണ് ഫ്രിഡ്ജ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പല ഫ്രൂട്ട്സ് ഐറ്റംസുകളും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തത് ഫ്രിഡ്ജിൽ കയറ്റി നമ്മൾ വെക്കുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി വീനു ഇലക്ട്രോണിക്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീനു ഇലക്ട്രോണിക്സിലേക്ക് വരിക.